ഗായ്സ്, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ കഥയാണ്. ഞാൻ ആരാണെന്നുള്ള കഥയാണ്. വർഷം 2000, ജൂലൈ 9. ഉണ്ണികൃഷ്ണനും ദീപയും, അതായത് എൻ്റെ അച്ഛനും അമ്മയും, അവരുടെ റൊമാൻറ്റിക് ലൈഫൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു. നവംബർ 16, 2001, അതായത് ഇന്നത്തേക്ക് 24 വർഷം മുമ്പ്, യെസ്, ഈ കഥയുടെ നായിക, അതായത് ബേസിക്കലി ഞാൻ, ദേവിക ഉണ്ണി, ജനിച്ചു. അച്ഛൻ്റെ അമ്മേനും പുന്നാരമോൾ, ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ് ഓഫ് ദി ഹൗസ്. പറഞ്ഞു വന്നാൽ ഒരു പുതിയ ജനറേഷൻ്റെ ആദ്യത്തെ ഇര. അങ്ങനെ എൻ്റെ ഒറ്റയ്ക്കുള്ള സ്വാതന്ത്ര്യം ഞാൻ എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് ഇവൻ്റെ വരവ്. എൻ്റെ അനിയൻ അഭിരാം ഉണ്ണി. അങ്ങനെ 3 ആളുള്ള കുടുംബം 4 ആളായി മാറി. ഞങ്ങൾ തമ്മിൽ ആകെ 2 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ചേച്ചി പറഞ്ഞൊന്നും ഞാൻ ഇതുവരെ അങ്ങോട്ട് എടുത്തിട്ടില്ല. എങ്ങനെ എല്ലാം ഒരു ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എൻ്റെ പ്രീ സ്കൂൾ തൊട്ട് +2 വരെ കോഴിക്കോട് പ്രസൻറ്റേഷൻ സ്കൂളിലാണ് പഠിച്ചത്. ഒരു ഡീസൻറ്റ് കുട്ടി ലൈഫ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു വെറൈറ്റിക്ക് എൻജിനീയറിംഗ് പഠിക്കാൻ പോയി. യെസ് ഗൈസ്, നൗ ഐ ആം ആൻ എയ്റോസ്പേസ് എഞ്ചിനീയർ, ഗ്രാജുവേറ്റ് ഫ്രം VIT. 4 വർഷം പോയ ഒരു പോക്കേ. ബൈ ദ വേ, ഐ ആം എ കാർ enthusiastic ആൻഡ് എ പെറ്റ് ലവർ. ദീസ് ആർ ദ 2 things which I love the most. ഇത് പിന്നെ ഞങ്ങളൊരു ട്രാൻസിഷൻ കിടക്കട്ടെ വിചാരിച്ചു. ആസ് ദി എൽഡസ്റ്റ് വൺ ഇൻ ദ ഫാമിലി, ഐ എം പ്രസൻറ്റിംഗ് മൈ കുട്ടിപ്പട്ടാള ഗ്യാങ് ടു യു ഗൈസ്. ഈ ഫോട്ടോ എൻ്റെ 20th ബർത്ത്ഡേക്ക് എടുത്തതാ. ഇവരൊക്കെ ഇപ്പോൾ വളർന്ന് പന്തലിച്ച് എന്നെക്കാട്ടും വലുതായി. ഗൈസ്, ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഷിബില, എന്ത് ഷിബു. ഇനി എൻ്റെ കുറച്ച് കാലത്ത് വർക്ക് ലൈഫിലേക്ക് പോവാം. ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഐ പ്ലാൻ ടു വർക്ക് ഇൻ മൈ സിറ്റി ഇറ്റ്സെൽഫ്. സോ ഐ ഫൗണ്ട് ഔട്ട് എ ജോബ് ഇൻ കാലിക്കറ്റ് സൈബർ പാർക്ക്. ആൻഡ് ഓൺ July 6th ഐ ഗോട്ട് എൻഗേജ്ഡ് ടു ദ ലവ് ഓഫ് മൈ ലൈഫ്, അർജുൻ. അർജുനെ പറ്റി പറയുകയാണെങ്കിൽ, ഹി ഈസ് എ ജെം. ദി മോസ്റ്റ് സിൻസിയർ, ലവിങ്, കെയറിങ് ആൻഡ് മോർ ഓവർ ദാറ്റ്, എന്നെ സഹിക്കാനുള്ളൊരു കഴിവും ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ എ ലോങ് വെയിറ്റ് ഓഫ് 6 years, we are finally engaged. I was planning to do my masters, so packed my suitcase and shifted to a new country. As you have noticed the name of the channel, yes, to Italy. What a glamorous jump. Now I'm doing my masters in aerospace in University of Padua. So guys, I welcome you all to my birthday vlog. Let's start the chaos. So today is almost my birthday. So ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്നാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. പിന്നെ രാവിലെ എണീറ്റ് റൂമെല്ലാം നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി, എല്ലാവരും വരുന്നതാണല്ലോ. പിന്നെ ഇതൊരു ഡെയിലി റുട്ടീനാണെന്നൊക്കെ പറയാം. അങ്ങനെ റൂമൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു ചായ. ഫസ്റ്റ് തിങ് ഐ ഡു ഇൻ മൈ ഡേ, നല്ലൊരു ചായ ഇടാം. അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പം ഞാനൊന്ന് പ്രാത്തോ വരെ പോയാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. സോ ഐ ഗോട്ട് റെഡി ആൻഡ് വെന്റ് ടു പ്രാത്തോ. പ്രാത്തോ ഇസ് ദ സെൻറ്റർ ഓഫ് പാദ്വ സിറ്റി. ഇന്നത്തെ മെയിൻ റീസൺ ഫോർ വിസിറ്റിംഗ് പ്രാത്തോ ഇസ് ഐ തോട്ട് ഓഫ് ഗിഫ്റ്റിംഗ് സംതിങ് ഫോർ മൈസെൽഫ് ആസ് ഐ ടേൺ 24 tomorrow. All Saturday there will be a market here, so called Saturday market. നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു അഫോർഡബിൾ റേറ്റിന് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ക്രിസ്മസ് ഒക്കെ ആവാറായതുകൊണ്ട് ചെറുതായിട്ട് ക്രിസ്മസ് മാർക്കറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള സാന്റാക്ലോസും ട്രീ ഡെക്കോർസും അങ്ങനെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ആക്സസറീസ് ഉണ്ടായിരുന്നു. ഇനി കാണുന്ന ഏരിയ ആണ് എൻ്റെ മെയിൻ ഏരിയ. ദ മെയിൻ റീസൺ ഐ വിസിറ്റ് പ്രാത്തോ, ദാറ്റ് ഇസ് ടു ബൈ പ്ലാന്റ്സ്. പല തരത്തിലുള്ള പൂക്കളും ചെടികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാൻ പിന്നെ ഇങ്ങനെ എനിക്കെന്ത് വാങ്ങുന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾക്കൂട്ടം. ഞാൻ പോയി നോക്കിയപ്പോണ്ട് ഒരു ചേട്ടൻ ആളുടെ ഗ്യാങ്ങായിട്ട് ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നു. ഐ വാസ് സോ അമേസ്ഡ് വാച്ചിങ് ഇറ്റ്. അങ്ങനെ ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങി ആ പ്രാത്തോ കൂടെ നടക്കുമ്പോണ്ട് 2 പരിചയമുള്ള ആൾക്കാർ. ആരാ? നമ്മുടെ ശിവനും ഗണപതിയും. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ച് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയെന്ന്. അങ്ങനെ ഞാൻ സ്റ്റോറിൽ കയറി നോക്കിയപ്പോണ്ട് നമ്മുടെ ജിമിക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള മിക്ക സാധനങ്ങളും ആ സ്റ്റോറിലുണ്ട്. കറക്റ്റ് എനിക്കൊരു അമ്പലത്തിൽ കയറിയൊരു ഫീലൊക്കെ കിട്ടി അവിടുന്ന്.
അത് ആക്ച്വലി ഒരു ഇന്ത്യൻ ആൻഡ് ശ്രീലങ്കൻ സ്റ്റോറാണ്. അങ്ങനെ പ്രാത്തോ മൊത്തം തെണ്ടി നടന്ന ആ ക്ഷീണത്തിൽ വി തോട്ട് ഓഫ് ഹാവിങ് എ പിസ്സ. ബൈ ദ വേ ഗൈസ്, ദിസ് ഇസ് അഷിത. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് ഞങ്ങൾ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 24 വയസ്സാവണമല്ലോ നാളെ. അപ്പം 23 ചെയ്ത പൊട്ടത്തരങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാണ്ട് 24-ലെങ്കിലും കുറച്ച് വെളിവും ബോധവും വെക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു. അന്തോണീസ് പുണ്യാളാ, 24 വയസ്സൊന്ന് അടിപൊളിയാക്കി തരണേ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും മൈ ഫ്രണ്ട്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു കുക്ക് ഫോർ ഡിന്നർ. ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ഗീ റൈസ് ആൻഡ് ക്രീമി ചിക്കൻ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പി ബട്ടർ ഗാർലിക് ക്രീമി ചിക്കൻ. ഇതിൽ മെയിൻലി വേണ്ടത് നമ്മൾ ഫസ്റ്റ് ചിക്കൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, മസാലകളെല്ലാം ഇട്ട് ഗരം മസാലയും കൂടി ചേർത്ത് നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ലൈക്ക് ഒരു 15-20 മിനിറ്റ്സ് ഇനഫ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ഉള്ളി, തക്കാളി ആൻഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ബട്ടർ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മൾ ബട്ടറിലിട്ടും ലേശം എണ്ണയും ഒഴിച്ച് നമ്മളൊന്ന് മീഡിയം റോസ്റ്റ് ആയിട്ട് എടുക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ അത് മാറ്റി വെക്കും കറിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കറിക്ക് വേണ്ടി നമ്മൾ ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഉള്ളി ഇട്ട് വഴറ്റണം. അത് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ടൊമാറ്റോ കൂടി ചേർത്ത് അതൊന്ന് ലൈക്ക് 2 മിനിറ്റ്സ് നമ്മളൊന്ന് മൂടി വെച്ച് സ്റ്റീം ചെയ്ത് ഒന്ന് സെറ്റായി എടുക്കണം. അപ്പോഴാണ് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുക. അതിനുശേഷം നമ്മുടെ മസാലകളെല്ലാം ചേർക്കുക. അതും നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം, എന്നാലേ അതിന്റെ ആ ഒരു കറക്റ്റ് കരിഞ്ഞു പോകാണ്ട് നമുക്ക് ആ ഫ്ലേവർ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ചിക്കൻ, നമ്മൾ നേരത്തെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് നമുക്കൊരു 5 to 10 മിനിറ്റ്സ് നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ക്രീം, കുക്കിംഗ് ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പയ്യെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബട്ടർ ഗാർലിക് ക്രീമി ചിക്കൻ റെസിപ്പി റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ഒറിഗാനോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മല്ലിച്ചപ്പും ആഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെയുണ്ട് ലേന? ടേസ്റ്റ് ഉണ്ടോ? മരിയ ചേച്ചി പറയൂ. ഗൈസ്, മരിയ ചേച്ചി ഷൈ ആണ് ഗൈസ്. എങ്ങനെയുണ്ട്? സക്സസ്. എന്താ ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്യുന്നത്? എന്തിനാ സോസ് ആഡ് ചെയ്യുന്നത്? അത് സീക്രട്ട് റെസിപ്പി, പുറത്തു വിടരുത്. സീക്രട്ട് റെസിപ്പി എന്നാ പറയുന്നത്. കുറച്ച് സോസ് വയ്ക്കാം. And this was a big surprise for me. Thank you so much guys for making me feel this much special. Far apart from home, this made me feel home. Actually, on November 18th is Elena's birthday. So we plan to host the party together. We had the most awaited dinner, nature and creamy chicken. Guys, it's a must try item. Heaven it is. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഐറ്റം ഗൈസ്. പിന്നെ ഇവിടെ 12 മണി ആയപ്പം വേറൊരു കേക്ക്. Literally, I was crying, guys.
Thank you so much, guys, for making my 24th birthday this much special. ഇനി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ബർത്ത്ഡേ ഗിഫ്റ്റ്സ്. I got a new lily plant, a bunny doll, a very cute white gown, and my most favorite things, cars. I was so excited to open this gift wrap. As I opened this wrap, oh my god, that smell. Literally, I was falling for it. It was a scented candle. Oh my god, ആ സ്മെല്ല് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. അത്ര അടിപൊളി സ്മെല്ലായിരുന്നു അത്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ മേക്കിംഗ് മൈ ഡേ more special. I truly wished Arju was here today. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഗെയിംസ് കളിക്കാൻ വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഗെയിംസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി നൈറ്റ് നല്ല അടിപൊളിയായിട്ട് പോയിരുന്നു. ആൻഡ് കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ വി തോട്ട് ഓഫ് ഗോയിങ് ഫോർ എ വാക്ക്. സമയം ഒരു 3:30 ആയിട്ടുണ്ടാവും. ബട്ട് ഗൈസ് ദ നൈറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്നും പാട്ടൊക്കെ പാടി വി ഹാഡ് എ ഗ്രേറ്റ് വാക്ക്. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഒരൊറ്റ ഉറക്കം. 16th November 2025. എനിക്ക് 24 വയസ്സായി. അങ്ങനെ താങ്ക് യു ലോർഡ് ആൻഡ് മൈ പേരൻസ് ഫോർ വാട്ട് ഐ എം നൗ. പിന്നെ ഞങ്ങളെല്ലാവരും ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചത്തേക്കുള്ള പ്രിപ്പറേഷൻസിലായി. ഇന്ന് വീണ്ടും ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇന്ന് പുറത്ത് ചെറുതായിട്ട് മഴയും തണുപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ തിരിച്ച് റൂമിലേക്ക് പോകാനൊക്കെ ടൈമായി. സോ പുറത്താണെങ്കിൽ നല്ലൊരു തണുപ്പും ചെറിയൊരു മഴയൊക്കെ ആയിട്ട് നല്ലൊരു വെതറായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു അവരുടെ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ. ഞങ്ങളവിടെ ഒരു സ്ഥിരം ചായ സ്പോട്ടൊക്കെ ഉണ്ട്, ചാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഈ ഡേ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. So thank you so much guys for watching my video and supporting me. So next video il namukini kanam. Ciao ciao.